കുന്നംകുളത്തെ VS സുജിത്തിനെ നമുക്ക് ഓർമ്മയുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച പോലീസിൻ്റെ പീഡനത്തിനിരയായ സുജിത്ത് തൻ്റെ കന്യാംഗത്തിന് ഒരുങ്ങുകയാണ്. ഇത്തവണ ചൊവ്വന്നൂർ ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത്. ചൊവ്വന്നൂർ ഡിവിഷനിലാണ്. CPMൻ്റെ കോട്ടകളാണ് അവിടെയെല്ലാം. അവിടെ ഒരു യുദ്ധത്തിന്, ഒരു ഫൈറ്റിന് ഇറങ്ങുകയാണ് സുജിത്തിൻ്റെ ആദ്യ മത്സരമാണ്. അതെ. എന്താണ് ആദ്യ മത്സരത്തിലേക്ക് പോകുമ്പോൾ തോന്നുന്ന സാധനം? എന്താ തോന്നുന്നു വെച്ചാൽ ആദ്യം പാർട്ടി നിർദ്ദേശം ഉണ്ടായിരുന്നു ബ്ലോക്കിലേക്ക് മത്സരിക്കണമെന്ന്. അപ്പോൾ പാർട്ടി പറയാണ് നിർദ്ദേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് മത്സരിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഷുവറായിട്ട് ഒരു 10,000 1200 ആ റേഞ്ചിലേക്ക് ഇങ്ങനെ ഭൂരിപക്ഷമുള്ളതാണ് CPMനെ. അപ്പോൾ അതും കൂടിയിട്ട് പരിഗണനയുണ്ട്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതെ 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 വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നിട്ടുള്ളത്. അത് ജയിക്കണം തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെയും അത് അനുകൂലമായി മാറും, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനൊരു അവസരം കൂടിയായിട്ട് മാറും. അതെ അതെ തീർച്ചയായിട്ടും. അതിപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു 13 വർഷത്തോളം ഞാനൊരു പുതുശ്ശേരി, അവിടെ ഞങ്ങളുടെ ഈ പഞ്ചായത്ത്, അതായത് ചൊവ്വന്നൂർ ബ്ലോക്കിൽ വരുന്ന പഞ്ചായത്താണ്. അപ്പോൾ പുതുശ്ശേരി, അപ്പോൾ അവിടെ ഞാനൊരു 13 വർഷത്തോളം ഉണ്ടായിരുന്നതാണ് സജീവമായിട്ട് അമ്പലത്തിൽ ശാന്തിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പരിചയങ്ങളുണ്ട്. അവിടുത്തെ ഒരു 3-4 വാർഡോളം നമുക്ക് പരിചയമുണ്ട്. പിന്നെ പാർട്ടിയിൽ വന്നിട്ടായാലും ഉള്ള സജീവമാണ്. മണ്ഡലം പ്രസിഡൻ്റായിട്ടും എല്ലാ വാർഡിലും മൂല്യവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വാർത്തയും കൂടി എടുക്കുക കാരണം പിന്നെ കുഴപ്പമുണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരും. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചൊവ്വന്നൂരിൽ സംബന്ധിച്ചിട്ട്. മാത്രമല്ല പോലീസിൻ്റെ ഭീകരമായ വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറും. അതെ തീർച്ചയായിട്ടും അത് വിജയത്തോടു കൂടി അങ്ങനെയാവും എന്നാണ് പ്രതീക്ഷ. ഗുരു കൂടി ചേരുകയാണ് സുജിത്തിൻ്റെ. അതായത് ഈ CPMൻ്റെ കോട്ടകളിലേക്കാണ് സുജിത്തിനെ ഇറക്കി വിടുന്നത്. വലിയ ഉത്തരവാദിത്വം സുജിത്തിനുണ്ട്. എന്തായിരിക്കും റിസൾട്ട്? ജയിക്കും. വളരെ എന്താ നല്ല ഭൂരിപക്ഷത്തിൽ സുജിത്ത് ജയിക്കും, സംശയമില്ല കാര്യത്തിൽ. അത്ര പോലീസ് ഭീകരക്കെതിരെ ജനം വോട്ട് ചെയ്യും. ഇത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ജയിക്കാത്തൊരു പഞ്ചായത്താണ്. 25 കൊല്ലമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിലെ 12 ഡിവിഷനിലാണ് സുജിത്ത് മത്സരിക്കുന്നത്. എന്തായാലും സുജിത്ത് ജയിക്കും. മാത്രമല്ല ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായി മാറും. രാഷ്ട്രീയ പോരാട്ടമായി മാറും. ഈ പോലീസിൻ്റെ വിഷയങ്ങളിലൊക്കെയും ഒരു തുടർ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയം? അല്ല, പോലീസിന് തുടർ ഇത് അന്വേഷണം നടക്കുന്നുണ്ടോ? നോർത്ത് സോണൽ IG ഇത് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ കോടതിയിൽ 5-ാം പ്രതി ചേർക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ മാസം 18-ാം തീയതി 20-ാം തീയതി വെച്ചിട്ട് ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. 5-ാം പ്രതി ചേർക്കും. അതിലെ പോരാട്ടം അതേപോലെ തുടരും. ഏതായാലും സുജിത്ത് ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഭവങ്ങളെല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടം സഹായിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സുജിത്ത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.